നമുക്ക് ഈ ഓർബിറ്റലിലേക്ക് ഫിൽ ചെയ്യേണ്ട ഇലക്ട്രോൺസ് ഈ ഭാഗത്തു നിന്നും ഈ ഭാഗത്ത് നിന്ന് വരുന്ന മൊത്തം ഇലക്ട്രോൺസ് നമുക്ക് ഇതിലേക്ക് ഫിൽ ചെയ്യണം. മൊത്തം ഇലക്ട്രോൺസ് പറഞ്ഞാൽ 12 ഇലക്ട്രോൺ ഈ ഭാഗത്തു നിന്നും n ഇലക്ട്രോൺ ഈ ഭാഗത്തു നിന്നുള്ളത്. അപ്പൊ ഈ 12 ഇലക്ട്രോൺ ഫിൽ ചെയ്യാൻ തുടങ്ങി നമുക്കറിയാം 1 2 ഇലക്ട്രോൺസ് ഇവിടെ ഫിൽ ചെയ്യും. ഇവിടെ 3 ഓർബിറ്റൽസിന്റെ ഒരേ യഥാർത്ഥത്തിലാണ്, സ്വാഭാവികമായിട്ടും 6 ഇലക്ട്രോൺസ് ഇവിടെ ഫിൽ ചെയ്യും. ഓരോ ഓർബിറ്റിൽ ഈ 2 ഇലക്ട്രോൺസ് ആണ്. ഈ വണ്ടിയിൽ 3 ഓർബിറ്റൽസിന്റെ 3 6 6 2 8 EG 2 ഓർബിറ്റലിന്റെ ഓരോന്നിൽ ഈ 2 8 4 12 ഇലക്ട്രോൺസ് ഇവിടെ ഫിൽ ചെയ്ത് കഴിഞ്ഞു. 12 ഇലക്ട്രോൺസ് ഇവിടെ ഇനിയത്തിലുണ്ട്, ബാക്കി n ഇലക്ട്രോൺസ് കൂടി ഉണ്ട്. ഇലക്ട്രോൺ ആവുന്ന ഇവിടുന്ന് വരുന്ന n ഒരുപോലെ നമുക്കറിയാം. ഇവിടുന്ന് വരുന്ന 12 ഇവിടെ വരുന്ന n കൂടി ചേർന്ന മൊത്തത്തില് എന്താണുള്ളത് 12 + n. ആ n വ്യത്യാസം ഒന്നല്ല, എല്ലാം തന്നെയാണ്. നമുക്ക് ആകെ 12 6 18 അല്ലെ 12 8 20 അല്ലെ 12 4 16 എത്ര ഇലക്ട്രോൺസ് ഉണ്ട്. 12ന്റെ കാര്യം കഴിഞ്ഞു. ബാക്കി ഇവിടെ ഫിൽ ചെയ്യാം. ബാക്കി T2G യിലും EG സ്റ്റാറിലും ഫിൽ ചെയ്യാം. സപ്പോസ് n ഇലക്ട്രോൺസ് 1 2 3 നാലാമത്തെ ഇലക്ട്രോണിലൂടെ പോകും. നാലാമത്തെ ഇലക്ട്രോണിലൂടെ പോകുമ്പോൾ വീണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞ ആദ്യ ക്രിസ്റ്റൽ തിയറി പറഞ്ഞ അതേ പ്രശ്നം വരും. ഈ ഗ്യാപ്പ് കുറവാണെങ്കിൽ, ഈ ഗ്യാപ്പാണ് യഥാർത്ഥത്തിൽ നമ്മളെ CFTയിൽ കാണുന്ന ΔO എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്, യാതൊരു വ്യത്യാസമില്ല. കാരണം ശ്രദ്ധിക്കുക, ഈ 2 ഓർബിറ്റലിൽ കൂടുതൽ ആരുടെ സ്വഭാവം ഉള്ളത്? മെറ്റൽ ഓർബിറ്റൽ സ്വഭാവം ഉള്ളത്, ലിഗാൻഡിന്റെ അല്ല. കണ്ടോ, ഈ എനർജീസ് ആർ ഡിഫറെന്റ്. ദ ഹയർ എനർജി ഓർബിറ്റൽ വിൽ ഹാവ് മോർ ഓഫ് ദിസ്. ഇത് അതേ സ്വഭാവമാണ്, യാതൊരു വ്യത്യാസമില്ല. കാരണം എന്താണ്, ഇത് മെറ്റലിന്റെ ഡി ഓർബിറ്റൽ തന്നെയാണ്, മാറ്റേയില്ല. ഇത് കുറച്ച് ബോണ്ടിങ്, ഇത് തമ്മിൽ ബോണ്ടിങ് നടത്തിയ EG സ്റ്റാർ ആണ് ഓർബിറ്റൽ. Anyway, this is delta O, and we can think of the fourth electron going there if the pairing energy is less, or the pairing if the pairing energy is small, yes, it will go like this. അപ്പോൾ ഈ ഭാഗം, ഈ MO പിക്ചറിന്റെ ഈ ഭാഗം is exactly the same picture of the orbitals in the crystal field theory. T2G ഉം EG എന്ന് പറയുന്നത് T2G EG സ്റ്റാറും ആയത് വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമ്മുടെ അതിന്റെ ഡിഫറൻസ് ഡെൽറ്റ O തന്നെയാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെ സംഗതി ഒരുപോലെയാണ്. നമ്മൾ ഓരോ തിയറി അപ്ലൈ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. തിയറി അനുസരിച്ച് മോളിക്യൂൾ ബിഹേവ് ചെയ്യുന്നല്ല, മോളിക്യൂളിന്റെ ബിഹേവിയർ അനുസരിച്ച് നമ്മൾ തിയറി ഉണ്ടാക്കുന്നതാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതനുസരിച്ചും ഡെൽറ്റ O ഇതാണെന്നും ഈ ഭാഗം നമ്മുടെ CFTന്റെ ചിത്രത്തിന്റെ ഒരു പതിപ്പാണെന്നും മനസ്സിലാക്കുക. ഓക്കെ, ഇത്രയും വേണ്ടു നമ്മുടെ മോളിക്കുലാർ ഓർബിറ്റൽ തിയറിക്ക്. മോളിക്കുലാർ ഓർബിറ്റൽ തിയറിക്ക് ഡിസഡ്വാൻറ്റേജ് നമ്മൾ പഠിക്കേണ്ട ആവശ്യം സിലബസ് പറഞ്ഞിട്ടില്ല. ജസ്റ്റ് മെൻഷൻ ഓൺലി മെത്തേഡ്സ്. ഈ ചിത്രം വരക്കാൻ ചിലപ്പോൾ ചോദിച്ചേക്കാം, ചിലപ്പോഴല്ല പലപ്പോഴും ചോദിക്കാറുണ്ട്. ഡ്രോ ദി MO പിക്ചർ ഓഫ് എ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് വിത്ത് സിഗ്മ ബോണ്ടിങ് ഓൺലി. പൈ ബോണ്ടിങ് കൂടി ഈ കാര്യത്തൊക്കെ നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്താൽ ചിത്രം കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവും. അല്ലെങ്കിൽ നമുക്ക് പോകേണ്ട ആവശ്യമില്ല. ഹയർ സ്റ്റഡീസിലൊക്കെ നമ്മൾ പഠിക്കുന്നതിലൂടെ തൽക്കാലത്തിന് കാര്യങ്ങൾ പഠിച്ചാൽ മതി എന്നും മനസ്സിലാക്കുക. ഓക്കെ, മോളിക്കുലാർ ഓർബിറ്റൽ പിച്ച് ചിത്രം വരക്കാൻ പഠിക്കണം. വരക്കുമ്പോൾ ഇതിന്റെ ഏകദേശം ലെവൽ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. എന്നാൽ മാത്രമേ ചിത്രം വരക്കുമ്പോൾ ക്ലിയർ ആയി വരും. ഈ ഓർബിറ്റിലൊക്കെ ഇതിനേക്കാൾ നേരെ വരണം, ഇതൊക്കെ ഇതിന്റെ താഴെ വരണം, ഇതിന്റെ നേരെ വരണം, ഇതൊക്കെ മനസ്സിലാക്കും. ഓക്കെ, ഇപ്പൊ തിയറീസ് ഓഫ് ബോണ്ടിങ് എന്നുള്ള ഭാഗം അവസാനിച്ചു. 3 തിയറികൾ പഠിച്ച്, BB തിയറി or valence bond theory, CFT or the crystal field theory, and a brief mention about the molecular orbital theory. ഇത് നമ്മൾ അടുത്ത് പോകുന്നത് ഒരു ചെറിയ 1-2 പോയിന്റ് കൂടി ആ ചാപ്റ്ററിൽ ബാക്കിയുള്ളൂ. സ്റ്റെബിലിറ്റി ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്, സ്റ്റെബിലിറ്റി ഓഫ് കോംപ്ലക്സ് കോമ്പൗണ്ട്. നമുക്കറിയാം, ചില കോംപ്ലക്സസ് ഒക്കെ വളരെ സ്റ്റേബിൾ ആണ്, ചിലത് ഒത്തിരി സ്റ്റേബിൾ അല്ല. ചിലത് എളുപ്പത്തിൽ കോംപ്ലക്സ് ഫോം ചെയ്യും, ചിലത് വളരെ ബുദ്ധിമുട്ടായി ഫോം ചെയ്യുന്നൊക്കെയുള്ള പല കാര്യങ്ങളുണ്ട്. വാട്ട് അബൌട്ട് സ്റ്റെബിലിറ്റി? യു കൻ കൺസിഡർ എ കോംപ്ലക്സ്, ഒരു ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ്, 6 കോർഡിനേറ്റ് കോംപ്ലക്സ് ആണെന്ന് വെച്ചോ, ML6. ഈ ML6 എങ്ങനെയാ ഫോം ചെയ്യുക? We know is formed by the combination of metal ion with the 6 ligand molecules. അപ്പോൾ Fe CN6 4- FeCN6 4- ഉണ്ടാകുന്നത് എങ്ങനെയാണ്? Yes, by the combination of an Fe2+ ion and 6 cyanide ions. ഈ കോംപ്ലക്സ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ML6 ഫോം ചെയ്യുന്നത് M+6N. രണ്ടൊരു പര്യാപ്ത വ്യത്യാസമില്ല, ജനറലാണ്, ഇത് സ്പെസിഫിക് ആണെന്ന് മാത്രമേ ഉള്ളൂ. ഈ ML6N ഫോർമേഷൻ നമുക്ക് 2 വ്യത്യസ്ത അപ്രോച്ചിൽ കൂടി കാണാൻ പറ്റും. ഒന്ന് M+N giving ML. ആ ML ആയി. അതിനുശേഷം ML+N
ഇക്വിലിബ്രിയം റിയാക്ഷൻ നമുക്ക് ഇങ്ങനെ വരക്കാം. Ml2 Ml2 plus L, Ml3 Ml3 plus L, Ml4, then Ml5 and finally Ml6. Ml4 plus L, Ml5 plus L. ഇല്ലേ? അതായത് ഈ മെത്തഡിലൂടെ ഓരോ ലിഗാൻഡ് ഓരോന്ന് ചേർന്ന് അവസാനം ML6 ആയി നമുക്ക് കൺസിഡർ ചെയ്യാം. അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് എമ്മും ആർ എല്ലും വിളിക്കാം. M+6L ഗിവിംഗ് ML6 ഇങ്ങനെ കൺസിഡർ ചെയ്യാം. Okay, and you can see that the equilibrium constant for the forward reaction, say beta. Of course, the reverse reaction will be beta dash is equal to the S. അത് എത്രത്തോളം കൂടുതലാണോ, the higher the value of the equilibrium constant, the more stable is the complex. നമുക്കറിയാം ML6 ഇത് വളരെ കുറവെന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് ഒന്നിനേക്കാളും കുറവാകും ML6 ഡിസോസിയേറ്റ് into M+6L. ഈ ഫോർവേഡ് റിയാക്ഷൻ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് നമ്മൾ അതിന്റെ ഫോർമേഷൻ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഫോർ ദി ഫോർവേഡ് റിയാക്ഷൻ ഈസ് നോൺ ആസ് ദ ഫോർമേഷൻ കോൺസ്റ്റന്റ്. Or is also known as the stability constant. Stability constant എന്ന് പറയും. കാരണം the higher the value, the more stable is the complex. നമുക്കറിയാം അല്ലേ, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വളരെ കൂടുതലാണ്, ഇത് കൂടുതൽ സ്റ്റേബിൾ ആണെന്ന് അർത്ഥം. ഇതിന്റെ റിവേഴ്സ് റിയാക്ഷൻ ആണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് നമ്മൾ എന്താ പറയാ, ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് എന്ന് പറയും. ഫോർമേഷന് ജസ്റ്റ് ഓപ്പോസിറ്റ്, ദാറ്റ് ഈസ് ഇത് ബീറ്റ ഡാഷ് ആണെങ്കിൽ ബീറ്റ ഡാഷ് ഈസ് ദ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ്. ദാറ്റ് ഈസ് ഫോർ ദ റിയാക്ഷൻ ML6 ഗിവിംഗ് M+6L. ML6 എന്ന കോംപ്ലക്സ് ഡിസോസിയേറ്റ് ചെയ്ത് M6L ആയി മാറുന്ന റിയാക്ഷൻ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ് ബീറ്റ. ഇറ്റ്സ് ഓൾസോ നോൺ ആസ് ദ ഇൻസ്റ്റബിലിറ്റി കോൺസ്റ്റന്റ്. ഇൻസ്റ്റബിലിറ്റി കോൺസ്റ്റന്റ് കാരണം the higher the value, the less stable is the complex, isn't it? For formation constant or stability constant is the S. Equilibrium constant for the forward reaction, and the other one is called the instability constant or the dissociation constant. That is the equilibrium constant for the reverse reaction. ഇവിടെ ഇതൊക്കെ മാതമാണ്. ഇതിപ്പോ K1 വന്നേ, ഇത് K-1, ഇത് K2, ഇത് K-2, ഇത് K3, ഇത് K-3, ഇത് K4, K-4 and so on. ഈ K1, K2, K3 എന്താണ്, അതും എന്താണ്, that is also representing the stability of the complex. That is also the formation constant or the stability constant. ഇത് ഓരോന്നും K1, K2, K3 ഒക്കെ എന്താണ്, അതൊക്കെ stability constant or formation constant ആണ്. K-1, K-2, K-3 എന്താണ്, that is instability constant or the dissociation constant. ഇത് ഒരേ പേര് കൊടുക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഇത് നമ്മൾ പറയുന്ന പേര് സ്റ്റെപ്പ് വൈസ് ഫോർമേഷൻ. പേര് കാണുവാൻ സ്റ്റെപ്പ് വൈസ് ഫോർമേഷൻ കോൺസ്റ്റന്റ് ഓർ സ്റ്റെപ്പ് വൈസ് സ്റ്റെബിലിറ്റി കോൺസ്റ്റന്റ്. ഇത് നമ്മൾ ഓവറോൾ ഫോർമേഷൻ കോൺസ്റ്റന്റ് എന്ന് പറയും. പറയുന്ന കാര്യം മനസ്സിലാകുന്നുണ്ടോ? സോ K1, K2, K3 etc. ആർ നോൺ ആസ് എ സ്റ്റെപ്പ് വൈസ്. കാരണം ഇത് നമ്മൾ ഇവിടെ സ്റ്റെപ്പ് വൈസ് ഫോർമേഷൻ ആണ്. M+L ML, ML+L ML2, ML2 ML3, ML3 ML4 ആകുന്ന ഓരോ സ്റ്റെപ്പായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട് തന്നെ ദീസ് കോൺസ്റ്റന്റ്സ് ഫോർ ദി സ്റ്റെപ്പ് വൈസ് ഫോർമേഷൻ ആർ നോൺ ആസ് എ സ്റ്റെപ്പ് വൈസ് formation constant എന്ന് പറയും. or step wise stability constant എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. തിരിച്ചുള്ള K-1, K-2, K-3 etc. are called step wise dissociation constant or instability constant. Whereas the beta value is called എന്താണ്, overall formation constant. ഒറ്റയടി M+6L ML6 എന്നോ അല്ലെങ്കിൽ M+4L ML4 എന്നോ ഫോം ചെയ്യുമ്പോൾ അതിനാണ് നമ്മൾ പറയുന്നത് ഓവറോൾ ഫോർമേഷൻ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് ടൈപ്പ് ഫോർമേഷൻ കോൺസ്റ്റന്റ്, സ്റ്റെബിലിറ്റി കോൺസ്റ്റന്റ് ഉണ്ട്. ഒന്ന് സ്റ്റെപ്പ് വൈസ് ഫോർമേഷൻ കോൺസ്റ്റന്റ് ആൻഡ് ഓവറോൾ ഫോർമേഷൻ കോൺസ്റ്റന്റ്. You may be asked in the examination distinguish between stepwise formation constant and overall formation constant. വിശദീകരിക്കാൻ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇക്വേഷൻ എഴുതിയിട്ട് കൺസിഡർ ദ ഫോർമേഷൻ ഓഫ് എ കോംപ്ലക്സ് ML6 ലൈക്ക് ദിസ്. ഒരെണ്ണം എഴുതുക, അതിന്റെ സ്റ്റെബിലിറ്റി കോൺസ്റ്റന്റ് ആണ് ഇത്
ഓവറോൾ സ്റ്റെബിലിറ്റി കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. അല്ലാതെ അത് ഓരോ സ്റ്റെപ്പിൽ ഫോം ചെയ്യുന്നതായിട്ട് ഇങ്ങനെ കൺസിഡർ ചെയ്യുമ്പോഴാണ് ഓരോ സ്റ്റെപ്പിലും പറയുന്നതാണ് സ്റ്റെപ്പ് വൈസ് ഫോർമേഷൻ കോൺസ്റ്റന്റ് എന്നുള്ളത്. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ രണ്ട് ടൈപ്പ് ഫോർമേഷൻ കോൺസ്റ്റന്റ്. ഫോർമേഷൻ കോൺസ്റ്റന്റ് ഓർ സ്റ്റെബിലിറ്റി കോൺസ്റ്റന്റ്. ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഓർ ഇൻസ്റ്റെബിലിറ്റി. ഡിസോസിയേഷൻ കോംപ്ലക്സ് ഡിസോസിയേറ്റ് ചെയ്യാനുള്ള ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ് എന്ന് പറഞ്ഞാൽ അത് ഇൻസ്റ്റെബിലിറ്റി കോൺസ്റ്റന്റ് ആണ്. മറ്റേ കോംപ്ലക്സ് ഫോം ചെയ്യാനുള്ളത് അത് സ്റ്റെബിലിറ്റി കോൺസ്റ്റന്റ്. രണ്ടും ഒരേ അർത്ഥമാണ്. ഇത് രണ്ടും ഒരേ അർത്ഥമാണ്. ഇത് രണ്ടും നമുക്ക് ഓവറോളും പറയാം, സ്റ്റെപ്പ് വൈസും പറയാം. ഓക്കെ, അതിനൊരു കാര്യം പ്രധാനമായിട്ട് നമുക്ക് മനസ്സിലാക്കാറുള്ളത്, ഇത് രണ്ടും നമ്മൾ ഞാൻ ഒന്നുകൂടി എഴുതുകയാണ്. എം പ്ലസ് എൽ എം എൽ എം എൽ പ്ലസ് എൽ എം എൽ ടു എം എൽ ടു പ്ലസ് എൽ എം എൽ ത്രീ ഇത്ര മതി ചേർക്കാം. ഫോർ കോർഡിനേറ്റ് കോൺസ്റ്റന്റ് സിക്സ് കോർഡിനേറ്റ് വേണ്ട അവിടെ നിർത്താൻ നമുക്ക് അറിയാം. ഇത് K1, ഇത് K2, ഇത് K3, ഇത് K4. ഓക്കെ, തിരിച്ചുള്ളത് K-1, K-2, K-3, K-4 എഴുതാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? എം പ്ലസ് എൽ ബീറ്റ 4 എം പ്ലസ് 4L എം എൽ 4 ഒറ്റയടി അതിന് ബീറ്റ 4 എന്ന് എഴുതാം. നാലാമത്തെ ആയതുകൊണ്ട് വേണം എം എൽ 3ക്ക് നമുക്ക് ഓവറോള് ബീറ്റ 3 എഴുതാം. എം പ്ലസ് 3L എം എൽ 3 ഓരോന്നിനും നമുക്ക് എന്ത് കാണാം? ഓവറോൾ ഫോർമേഷൻ കോൺസ്റ്റന്റ് കാണാം. അങ്ങനെയാണ് എം പ്ലസ് 3L എം എൽ 3 എന്ന് പറഞ്ഞാൽ ഓവറോൾ ആണ്. എം പ്ലസ് 4L എം എൽ 4, എം പ്ലസ് 2L എന്ന് പറഞ്ഞാൽ എം എൽ 2, അതും എം എൽ 2ന്റെ ഓവറോൾ കോൺസ്റ്റന്റ് ആണ്. അതുണ്ടാകുന്നത് എങ്ങനെയാണ്? എം എൽ എം എൽ ഐ എം എം എൽ ഐ എം എൽ എം എൽ 2 ആയി രണ്ട് സ്റ്റെപ്പിൽ ഉണ്ടാകുന്നതാണ്. എം എൽ 3 ഉണ്ടാകുന്നു ഒന്നിക്കൽ എം പ്ലസ് 3L എം എൽ 3 ഓർ എം പ്ലസ് എൽ എം എൽ എം എൽ പ്ലസ് എൽ എം എൽ 2 എം എൽ 2 പ്ലസ് എൽ എം എൽ 2 മൂന്ന് സ്റ്റെപ്പിൽ ഉണ്ടാകുന്നതാണ്. ഇത് 4 സ്റ്റെപ്പിൽ ഉണ്ടാകുന്നത്. എം എൽ 6 അങ്ങനെ 6 സ്റ്റെപ്പിൽ ഉണ്ടാകുന്നതാണ്. ഓരോ സ്റ്റെപ്പിനും ഓരോന്നും നമുക്ക് എന്ത് കാണാം? ഓവറോളും കാണാം. ഇതിന് ഒരു ഓവറോളിന്റെ 4 സ്റ്റെപ്പ് വൈസ്. ഇതിന് ഒരു ഓവറോളിന്റെ 3 സ്റ്റെപ്പ് വൈസ്. ഇതിന് ഓവറോളിന്റെ 2 സ്റ്റെപ്പ് വൈസ്. ഇതിന് ഒരു ഓവറോളും ഒരു സ്റ്റെപ്പ് വൈസ് തന്നെയുള്ളൂ. കാരണം എം പ്ലസ് എൽ എം എൽ ആയി ഓവറോളായി അതിനപ്പുറത്തേക്ക് പോകുന്നില്ലെങ്കിൽ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഈ പറഞ്ഞ എന്താണ് എം എൽ അല്ലെങ്കിൽ എന്താണ് K1? K1 is equal to നമുക്കറിയാം molar concentration of the product divided by that of the reactant. K1 നമുക്ക് എന്ത് ചെയ്യാം? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. molar concentration this one into molar concentration this into molar concentration. ഇത് താഴെ ഇത് മേലെ. ഇത് ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ നമ്മുടെ raised to 2 എന്നോ raised to 3 എന്നോ വരും നമുക്കറിയാം. ഇനി K2 എന്താണ്? K2 is equal to ML2 molar concentration of M. ഇങ്ങനെ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട അർത്ഥം molar concentration of ML2 എന്നാണ് divided by molar concentration of L ML and molar concentration of L. And what is K3? K3 is equal to molar concentration of ML3 divided by molar concentration of ML2 into L. ഓക്കെ, ബീറ്റ 1 എന്താണ്? ബീറ്റ 1 എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഓവറോൾ. ബീറ്റ 1ഉം K1 ഒന്ന് തന്നെയാണ്. കാരണം ഓവറോൾ എന്ന് പറഞ്ഞാൽ ഒറ്റ ഒന്നേ ഉള്ളൂ. എം പ്ലസ് എൽ എം എൽ ആയി ഓവറോൾ ആയി. ദാറ്റ് ഈസ് എം എൽ ഡിവൈഡഡ് ബൈ എം ആൻഡ് എൽ. കാരണം ഓവറോൾ ഫോർമേഷൻ എങ്ങനെയാണ്? എം പ്ലസ് എം പ്ലസ് എൽ എം എൽ M plus 2L ML2 M plus 3L ML3 M plus 4L ML4. ഇതിന് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആയ ബീറ്റ 1 ബീറ്റ 2 ബീറ്റ 3 ബീറ്റ 4 ഇതിനടുത്ത് നമ്മൾ ഓവറോൾ ഒന്നിച്ചൊറ്റടിക്ക് ആവശ്യമുള്ള ലിഗാൻഡ് ചേർന്ന് കഴിയുമ്പോൾ ഫോർമേഷൻ കോൺസ്റ്റന്റ് ആണ് ഓവറോൾ ഫോർമേഷൻ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. Okay, so we can say beta 1 is equal to ml divided by that is equal to K1, no doubt. Okay, what is beta 2? Beta 2 is a molar concentration of ml2 divided by molar concentration of m into molar concentration of a
L raised to 2. Okay, and what is beta 3? Beta 3 is equal to molar concentration of ml3 divided by molar concentration of m into molar concentration of L raised to 3. ഇതാണ് ഓവറോൾ ഫോർമേഷൻ കോൺസ്റ്റന്റ്. ഇതാണ് സ്റ്റെപ്പ് വൈസ് ഫോർമേഷൻ കോൺസ്റ്റന്റ്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, if I multiply K1 with K2, K1 and K2, that is K1 into K2 is equal to K1 എന്താണ് ml, ഞാൻ ബ്രാക്കറ്റ് തൽക്കാലം വരക്കുന്നില്ല സൗകര്യത്തിന് വേണ്ടി, m into L, ml divided by m into K2 എന്താണ് ml2 divided by ml into L. ml2 divided ml into L. ഇനി നമ്മൾ ശ്രദ്ധിക്കാം, ഈ ml-ഉം ഈ ml-ഉം ക്യാൻസൽ ആയി പോയി, ശരിയല്ലേ? പിന്നെ എന്താ ബാക്കിയില്ലേ? That is equal to molar concentration of ml2 divided by molar concentration of m divided into molar concentration of L into molar concentration of ml2. So it is a molar concentration of ml2 divided by m into L raised to 2. അത് ഇവിടെ കാണാൻ പറ്റും. molar concentration of ml2 divided by m into L raised to 2. അതെന്താണ്? അത് beta 2 ആണ്. We can see that K1 into K2 is equal to beta 2. beta square അല്ല, താഴെ beta 2. And if you multiply K1 into K2 into K3, we can see that ml, ml2 will cancel, and there will be only ml3 in the numerator and 1m and 3 l's in the denominator. That is K1 into K2 into K3 will be equal to beta 3, and that goes on. പറയുന്നത് മനസ്സിലുണ്ടോ? K1 നെ K2 കൊണ്ട് മൾട്ടിപ്ലൈ നമുക്ക് കിട്ടുന്നത് beta 2, അതുകൊണ്ട് കാണിക്കാൻ പറ്റും beta 2 ആണ്. K1 ഉം K2 ഉം K3 മൾട്ടിപ്ലൈ ചെയ്താൽ കുറേ എണ്ണം ക്യാൻസൽ ആയിട്ട് അവസാനം beta 3 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ നമുക്ക് കിട്ടും. Generally we can say that K1 into K2 into K3 into K4 into etc. into Kn will be equal to beta n. K1 into K2 into Kn, അത് 3, 4, 5 എത്രയെങ്കിലാവട്ടെ, that will be equal to beta n. അതാണ് ഇതിന്റെ റിലേഷൻ വരുന്നത്. That is the overall formation constant is the product of the corresponding stepwise formation constant. ആദ്യം മനസ്സിലാക്കുക, എന്താണ് സ്റ്റെപ്പ് വൈസ് ഫോർമേഷൻ കോൺസ്റ്റന്റ്, എന്താണ് ഓവറോൾ ഫോർമേഷൻ കോൺസ്റ്റന്റ്. ഏത് കോംപ്ലക്സിനാണ് ml2 ml3 ml4 എന്തെങ്കിലും ആവട്ടെ, അതിന് ഒരു ഓവറോൾ ഫോർമേഷൻ കോൺസ്റ്റന്റ് ഉണ്ടാവും. mln എന്ന് പറഞ്ഞ കോംപ്ലക്സിന്റെ ഓവറോൾ ഫോർമേഷൻ കോൺസ്റ്റന്റ് എന്താണ്? m plus nl giving mln എന്നുള്ള ഇക്വിലിബ്രിയം റിയാക്ഷന്റെ സ്റ്റെബിലിറ്റി കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ് അതിന്റെ ഓവറോൾ ഫോർമേഷൻ കോൺസ്റ്റന്റ്. ദാറ്റ് ഈസ് mln in the numerator divided by m into L raised to n in the denominator. അത് ഓവറോൾ ആണ്. ഇതിന് n എന്തുണ്ടാവും? സ്റ്റെപ്പ് വൈസ് ഫോർമേഷൻ കോൺസ്റ്റന്റ് ഉണ്ടാവും. n സ്റ്റെപ്പ് വൈസ് ഫോർമേഷൻ, ml-ന് ഒരു സ്റ്റെപ്പ് വൈസ് ഫോർമേഷൻ കോൺസ്റ്റന്റ്, ml2-ന് 2 സ്റ്റെപ്പ് വൈസ് ഫോർമേഷൻ കോൺസ്റ്റന്റ്, ml3-ക്ക് 3 സ്റ്റെപ്പ് വൈസ് ഫോർമേഷൻ കോൺസ്റ്റന്റ്, mln-ന് n സ്റ്റെപ്പ് വൈസ് ഫോർമേഷൻ കോൺസ്റ്റന്റ്. കൺസിഡറിംഗ് ദ അഡീഷൻ ഓഫ് each elegant step by step, m plus l ml, ml plus l ml2, ml2 plus l ml3, ml3 plus l ml4 and so on. And we can see these are the overall formation constant and these are the stepwise formation constant. Then we can show that if you multiply K1 by K2, you will get an equation corresponding to beta 2. If you multiply K1 into K2 into K3, that will be equal to beta 3. K1 to K2 into K3 into K4 will be equal to beta 4. And generally we can say the overall formation constant is the product of the stepwise formation constant. Okay. Therefore, distinguish between stepwise and overall formation constant and bring out the relationship between them. ഇതിനോട് തമ്മിലുള്ള ബന്ധം എന്താണ്? ഒരു ഭാഗത്തിന്റെ പ്രൊഡക്റ്റ് ആണ് മറ്റേത്. ഒരു 5 സ്റ്റെപ്പ് വൈസ് ഫോർമേഷൻ കോൺസ്റ്റന്റ് ഉണ്ടെങ്കിൽ ml5ന്റെ ഓവറോൾ ഫോർമേഷൻ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ K1 into K2 into K3 into K4 into K5 ആയിരിക്കും beta 5. പറഞ്ഞ മനസ്സിലായോ? That is the stability constant and formation constant എന്താണെന്ന് മനസ്സിലാക്കാൻ കൃത്യമായിട്ട്. പിന്നെ അതിന് പറഞ്ഞ ഒരു പോയിന്റ് കൂടിയിട്ട്, that is the factors on which stability of a complex, the factors on which the stability of a complex depend. ഇതിലൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോംപ്ലക്സ് പറഞ്ഞ 2 പ്രധാന ഭാഗങ്ങളാണ്, മെറ്റൽ ഉണ്ട്, ലിഗാൻഡ് ഉണ്ട്. മെറ്റലിന്റെ സ്വഭാവം വെച്ചും ലിഗാൻഡിന്റെ സ്വഭാവം വെച്ചും നമുക്ക് മെറ്റലിന്റെ കോംപ്ലക്സിനെ സ്റ്റേബിൾ ആവാനുള്ള ഫാക്ടേഴ്സ് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. മെറ്റലിന്റെ ക്യാരക്ടേഴ്സ്, അതേപോലെ
ലിഗാൻഡിന്റെ ക്യാരക്ടേഴ്സ്. മെറ്റലിന്റെ ക്യാരക്ടേഴ്സ് പ്രധാനമായിട്ട് എന്താണ്? മെറ്റലിന്റെ അയോണിന്റെ, കാരണം മെറ്റൽ ലിഗാൻഡ് ഇന്ററാക്ഷൻ ഈസ് ദ അട്രാക്ഷൻ ബിറ്റ്വീൻ ദ മെറ്റൽ ആൻഡ് ദി ലിഗാൻഡ്. So you can see that the smaller the size of the metal ion, the greater is the stability of the complex. ഒരു വലിയ മെറ്റൽ അയോണിന് ലിഗാൻഡ് അട്രാക്ട് ചെയ്യാനുള്ള കഴിവും ഒരു ചെറിയ മെറ്റൽ അയോൺ അതേ ലിഗാൻഡ് അട്രാക്ട് ചെയ്യാനുള്ള കഴിവും നോക്കിയാൽ ഇത് വളരെ കൂടുതലായിരിക്കും, ഇത് കുറവായിരിക്കും. നമുക്കറിയാം, ശരിയല്ലേ? So the smaller the metal ion, the larger is the stability constant. സ്റ്റെബിലിറ്റി കോൺസ്റ്റന്റിനെ പറ്റി പറയണ്ട, സ്റ്റെബിലിറ്റി ഓഫ് ദി കോംപ്ലക്സ്. മനസ്സിലായില്ലേ? അതേപോലെ അതിന്റെ ചാർജ് എത്രത്തോളം കൂടുന്നോ അതിനനുസരിച്ച് അതിന്റെ, കാരണം ലിഗാൻഡിന്റെ ഇലക്ട്രോൺസിനുള്ള അട്രാക്ഷൻ ശ്രദ്ധിക്കുക. നമ്മൾ ക്രിസ്റ്റൽ ഫീൽഡിലൊക്കെ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ദ മെറ്റൽ ആൻഡ് ദ ലിഗാൻഡ് ഈസ് പ്യൂർലി ഇലക്ട്രോസ്റ്റാറ്റിക് എന്ന് പറയുന്നത്, അതായത് ലിഗാൻഡിനോടുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷൻ ആണ്. അപ്പൊ ചാർജ് മെറ്റലിൽ എത്രത്തോളം കൂടുന്നോ അതിനനുസരിച്ച് സ്റ്റെബിലിറ്റി കൂടും. ഫോർ എക്സാമ്പിൾ, ഇഫ് യു കൺസിഡർ FeCN6 3 minus and FeCN6 4 minus. We know this is formed by Fe2 and this is formed by Fe2 and this is formed by Fe3. You can see ferricyanide ion, hexacyanoferrate 3 is more stable than hexacyanoferrate 2. അവിടെ ഒരു വ്യത്യാസമില്ല. ആകെയുള്ള വ്യത്യാസം എന്താണ്? അയൺ ഓക്സിജൻ സ്റ്റേറ്റ് 1 2 ആണ്, 3 മൂന്നുള്ള Fe3 അല്ലെങ്കിൽ ഫെറിക്കുന്നത് അത് ലിഗാൻഡ്സിനെ കൂടുതൽ അട്രാക്ട് ചെയ്യും, കൂടുതൽ സ്ട്രോങ് ബോണ്ട് ഫോം ചെയ്യും. സോ ദാറ്റ് ദിസ് ഈസ് മോർ സ്റ്റേബിൾ, ദിസ് ഈസ് ലെസ് സ്റ്റേബിൾ. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? സൈസും മെറ്റൽ അയോണിന്റെ സൈസും ചാർജുമാണ് പ്രത്യേകിച്ചുള്ള രണ്ട് കാര്യങ്ങൾ. മനസ്സിലായില്ലേ? അപ്പൊ ന്യൂക്ലിയർ ചാർജും ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മള് ഒരു 3D സീരീസ് ഉള്ള ഇലക്ട്രോൺ വന്നതിനേക്കാൾ കൂടുതൽ സ്റ്റേബിളായ കോംപ്ലക്സ് പലപ്പോഴും 4D സീരീസ് ഫോം ചെയ്യും. അതിന്റെ സൈസ് കൂടുതലുണ്ടെങ്കിലും അതിന് ന്യൂക്ലിയർ ചാർജ് കൂടും, അട്രാക്ഷൻ കൂടും. അങ്ങനെ ഒരുപാട് മെറ്റലുമായി ബന്ധപ്പെട്ട ഫാക്ടേഴ്സ് ഉണ്ട്. പ്രധാനമായിട്ട് രണ്ടെണ്ണമാണ്. അതിന്റെ സൈസും ഒരേ സൈസിൽ രണ്ടെന്ന് നോക്കിയാൽ ആർക്കാണ് കൂടുതൽ ചാർജ്, അവരാണ് കൂടുതൽ സ്റ്റേബിൾ കോംപ്ലക്സ് ഫോം ചെയ്യുക. ഒരേ ചാർജിൽ രണ്ടാമത് നോക്കിയാൽ ആർക്കാണ് കുറഞ്ഞ സൈസ്, അയാളാണ് കൂടുതൽ സ്റ്റേബിൾ ആയ കോംപ്ലക്സ്. ഒരേ ചാർജിൽ നമുക്കറിയാം, ഇതിലിപ്പോൾ നാച്ചുറൽ മെറ്റൽസിലെ അയൺ, കൊബാൾട്ട്, നിക്കൽ, കോപ്പർ, സിങ്ക് ഇതൊക്കെ 2+ അയോൺ ഫോം ചെയ്യുന്നത് ഒരേ ചാർജാണ്. ആരാ കൂടുതൽ സ്റ്റേബിൾ കോംപ്ലക്സ് ഫോം ചെയ്യുക? അതില് സ്മോളസ്റ്റ് സൈസ് കുറഞ്ഞതാണ്. നമുക്കറിയാം സൈസ് കുറയുന്നത് ഇങ്ങനെ ഇങ്ങോട്ട് പോകുമ്പോഴാണ്. And we go from left to right in a periodic table in a particular period, you can see that the size goes on decreasing. At the same time, if you go down a particular group, size goes on increasing. അപ്പോൾ നമ്മുടെ അയൺ കൊബാൾട്ട് നിക്കൽ കമ്പയർ ചെയ്യാൻ ഒരേപോലത്തെ കോംപ്ലക്സ് ഫോം ചെയ്യുന്നത് ഇതായിരിക്കും കൂടുതൽ സ്റ്റേബിൾ ആയിരിക്കും. കാരണം എന്താണ്? That is having the smallest size, smaller size compared to iron and cobalt. All have the same charge. ചാർജ് ഒരുപോലെ മാത്രമേ അത് ബാധിക്കൂ. ഇപ്പോൾ നിക്കൽ ഇപ്പോൾ കൊബാൾട്ട് 3യും നിക്കൽ 2 നോക്കി കൊബാൾട്ട് 3 ആയിരിക്കും കൂടുതൽ സ്റ്റേബിൾ കോംപ്ലക്സ് ഫോം ചെയ്യുന്നത്. അതാണ് എന്താണ്? ചാർജ് കൂടുതലായതുകൊണ്ടാണ്. ഒരേ ചാർജിൽ അയോൺ നോക്കിക്കഴിഞ്ഞാൽ അതിൽ സൈസ് ഏറ്റവും കുറഞ്ഞ അയോൺ ആണ് ഏറ്റവും സ്ട്രോങ് ആയ കോംപ്ലക്സ്, ഏറ്റവും സ്ട്രോങ് അല്ല ഏറ്റവും സ്റ്റേബിൾ ആയ കോംപ്ലക്സ് ഫോം ചെയ്യുക. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആൽക്കൈൽ മെറ്റൽസ് ഒക്കെ ഫോം ചെയ്യുന്ന കോംപ്ലക്സ് സ്റ്റെബിലിറ്റി കുറഞ്ഞു. കാരണം എന്താണ്? ആൽക്കൈൽ സൈസ് വളരെ കൂടുതലാണ്. ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ സൈസ് കുറഞ്ഞവരാണ്, സൈസ് വളരെ കൂടുതലാണ്. അങ്ങനത്തെ കോംപ്ലക്സ് ലെസ് സ്റ്റേബിൾ ആയിരിക്കും. പറയുന്നത് മനസ്സിലാണ്ടോ? അലൂമിനിയോ അല്ലെങ്കിൽ മറ്റു പറഞ്ഞ ഡിയിൽ വരാത്ത മെറ്റൽസ് നോക്കിക്കഴിഞ്ഞാൽ അതിനൊക്കെ അത് ബാധകമാണ്. അതായത് സൈസ് കൂടുമ്പോൾ കോംപ്ലക്സിന്റെ സ്റ്റെബിലിറ്റി കുറയുന്നു. അതിന്റെ സൈസ് ജനറൽ മെറ്റൽ സൈസ്, അതേപോലെ അതിന്റെ ചാർജ് കൂടുമ്പോൾ അതിന്റെ സ്റ്റെബിലിറ്റി കൂടുന്നു. ചാർജ് കൂടണം, സൈസ് കുറയണം. കുറഞ്ഞ സൈസും കൂടിയ ചാർജും ആണെങ്കിൽ ദാറ്റ് ഫോംസ് എ വെരി സ്റ്റേബിൾ കോംപ്ലക്സ്. പിന്നെ ലിഗാൻഡിന്റെ ഭാഗത്തുനിന്ന് ചില കാര്യം. ലിഗാൻഡ് നേരത്തെ പറഞ്ഞ പോലെ ലിഗാൻഡിന്റെ സൈസ്, ആനോണിക് ലിഗാൻഡൊക്കെ സൈസ് കുറവാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന് കൂടുതൽ സ്ട്രോങ് ആയിട്ട് ലിഗാൻഡിനെ ആർക്ക് മെറ്റലിനെ അട്രാക്ട് ചെയ്യാൻ പറ്റും. അതൊന്ന് മനസ്സിലാകുന്നുണ്ടോ? ഫ്ലോറൈഡ് കോംപ്ലക്സ് വിൽ ബി മോർ സ്റ്റേബിൾ ദാൻ സേ അയോഡൈഡ് കോംപ്ലക്സ്. അയോഡൈഡ് സൈസ് വളരെ കൂടുതലാണ്, ഫ്ലോറൈഡ് സൈസ് വളരെ കുറവാണ്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, നമുക്കറിയാം, അത് വാക്കാണ് കീലേറ്റ്. നമ്മൾ അതിലേക്ക് വന്നിട്ടില്ല ഇതുവരെ, നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് കീലേറ്റ് ഇഫക്റ്റ്. കീലേറ്റ് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് എ കീലേറ്റ്? ഇപ്പോൾ തുടക്കത്തിൽ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, യു ഹാവ് പോളിഡെൻഡേറ്റ് ലിഗൻഡ്സ്. ഓർമ്മയുണ്ടോ? ജസ്റ്റ് ലൈക്ക് എത്തിലീൻ ഡയമീൻ, NH2 CH2 CH2 NH2. This ethylene diamine, nitrogen, there are two donor nitrogen atoms, both have their own lone pairs, and it can donate this lone pair and this lone pair
simultaneously to a metal ion, and we call this ligand a bidentate ligand. നമ്മൾ നേരത്തെ തുടക്കത്തിൽ ബൈഡൻറ്റേറ്റ്, ട്രൈഡൻറ്റേറ്റ്, മോണോഡൻറ്റേറ്റ് പഠിച്ചിട്ടുണ്ട്. ഓക്സലേറ്റും അല്ലെങ്കിൽ ഗ്ലൈസിനേറ്റും അല്ലെങ്കിൽ എഥിലിഡയമീനും ബൈപിരിഡൈലും ഒക്കെ എന്താണ് ബൈഡൻറ്റേറ്റ് ലിഗാൻഡ്സ് ആണ്. ഒരു ലിഗാൻഡ് മോളിക്യൂളിൽ 2 പോയിന്റിൽ കൂടി മെറ്റലിനെ കണക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ നോക്കിക്കഴിഞ്ഞേ അപ്പോൾ ഫുള്ളൊരു റിംഗ് ആയി മാറും അല്ലേ. ഇതൊരു കീലേറ്റിംഗ് ഏജന്റ്, സോറി ഇതൊരു ബൈഡൻറ്റേറ്റ് ലിഗാൻഡ്. ഈ ബൈഡൻറ്റേറ്റ് ലിഗാൻഡ് ഒരു മെറ്റലായിട്ട് ബോണ്ട് ചെയ്യുമ്പോൾ ഇതെന്തായി, ഇത് കംപ്ലീറ്റ് ആയി, സർക്കിളായി, ഒരു റിംഗ് ആയി. ഈ റിങ്ങിന് പറയുന്ന പേരാണ് കീലേറ്റ്. ഈ റിംഗ് സ്ട്രക്ചർ കോർഡിനേഷനിൽ കൂടി റിംഗ് സ്ട്രക്ചർ, എല്ലാ റിംഗിലും അല്ല, കോർഡിനേഷനിൽ കൂടി റിംഗ് സ്ട്രക്ചർ കംപ്ലീറ്റ്, ദാറ്റ് ഈസ് കോൾഡ് കീലേറ്റ്, ആൻഡ് ദിസ് ലിഗാൻഡ് ഈസ് കോൾഡ് എ കീലേറ്റിംഗ് ഏജന്റ്. So we can say glycinate, oxalate, ethyldiamine, okay, all are chelating agents. They can form chelates. Chelating agent, and this product is called a chelate. And it is seen that these chelates have a greater stability compared to similar non-chelating consider chelate extra stability. ആ സ്റ്റെബിലിറ്റിക്ക് പറയുന്ന പേരാണ് ഇത് കീലേറ്റ് ഇഫക്റ്റ് എന്നത്. ഒരേപോലത്തെ പറഞ്ഞ എക്സാമ്പിൾ പറയാം. Cadmium 2+ ion forms a complex like this CD. കാഡ്മിയത്തിന്റെ സ്ക്വയർ പ്ലാനറായിട്ട് 4 ഭാഗത്തേക്ക് കൂടി 4 ഏതാ ലിഗാൻഡ് എന്താണ്, മീഥൈലമീൻ CH3NH2 എന്നുള്ള ലിഗാൻഡാണ്. ഈ നൈട്രജൻ ലോൺ പെയറാണ് നമ്മുടെ കാഡ്മിയത്തിന് കൊടുക്കുന്നത്. മനസ്സിലായില്ലേ? അങ്ങനെ 4 സ്പെസിഫിക്കൻസ് ചെയ്തായിട്ട് CD CH3NH2 4 times 2+ എന്നുള്ള കോംപ്ലക്സ് പോന്തി. ഇതിന്റെ രൂപം എങ്ങനെയാണ്? ഓക്കെ, അതേ കാഡ്മിയം തന്നെ ഇങ്ങനത്തെ കോംപ്ലക്സ് ഫോം ചെയ്യും. ഇത് നോക്കി എന്താ വ്യത്യാസമുള്ളത്? ഇവിടെ മീഥൈലമീന് പകരം ഇവിടെ എത്തിലീൻഡയമീനാണ്. ഇവിടെ 2 മീഥൈലമീന് പകരം ഇവിടെ ഒരു എത്തിലീൻ. ആ വ്യത്യാസം മാത്രമേ ഉള്ളൂ. 2 മീഥൈലമീൻ നോക്കുക, 2 മീഥൈലമീൻ. രണ്ട് മീഥൈലമീനാണ് വരച്ചിരിക്കുന്നത്. ഒരു എത്തിലീൻഡയമീൻ വരച്ചാൽ എങ്ങനെ ഉണ്ടാവും? CH2 NH2 ഇതൊരു എത്തിലീൻഡയമീനാണ്. ഇത് 2 മീഥൈലമീനാണ്. ശ്രദ്ധിക്കുക, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം സിമിലർ വളരെ സിമിലർ ആണ്. ഇവിടെ ഇങ്ങനെ ഒരു കണക്ഷൻ കൊടുത്ത് ഒരു H കുറച്ചുകൂടെ കണക്ട് ചെയ്താൽ ഇതായി മാറി. വെരി സിമിലർ അല്ലേ? അപ്പോൾ കാഡ്മിയം 4 മീഥൈലമീൻ ചേർന്ന് കോംപ്ലക്സ് ഫോം ചെയ്യുമ്പോഴും 2 എത്തിലീൻ ചേർന്ന് കോംപ്ലക്സ് ഫോം ചെയ്യുമ്പോഴും you can see that this complex is much more stable than the other one. ഈ സ്റ്റെബിലിറ്റിനെ കൂട്ടാനുള്ള ഒരു ഫാക്ടറും വേറെ അതിലില്ല. കാരണം എന്താണ്, എല്ലാം ഒരേപോലെയാണ്. കാണുന്നില്ലേ? കാർബൺ ആറ്റങ്ങളൊക്കെ തുല്യമാണ്. ഇവിടെ 2 H കുറഞ്ഞു പോയി, അതുകൊണ്ട് ഒരു ബോണ്ട് വന്നില്ല. അതെ, ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഫ്ലോ മെറ്റലിക്കാൻ തമ്മിലുള്ള ബന്ധം ഇവിടുന്നായാലും രണ്ടും ഒരേപോലെയാണ്, യാതൊരു വ്യത്യാസവും. എന്നിട്ടും ഈ കോംപ്ലക്സ് സ്റ്റെബിലിറ്റി വളരെ സ്റ്റേബിളാണ്. വെരി സിമിലർ കോംപ്ലക്സസ്. ആ സ്റ്റെബിലിറ്റി, എക്സ്ട്രാ സ്റ്റെബിലിറ്റിയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോൾഡ് ദി കീലേറ്റ് ഇഫക്റ്റ്. If there is the formation of a chelate, such a chelate is found to be highly stable compared to a similar non-chelate. And this is known as a chelate effect. And this is one of the most important effects which stabilize a complex. Chelate ഒക്കെ വളരെ സ്റ്റേബിൾ ആയിരിക്കും. അതിനാണ് നമ്മൾ chelate effect എന്ന് പറയുന്നത്. ഏറ്റവും നല്ല എക്സാമ്പിൾ ഇതിലാണ് കാണിക്കുക. ഇതും ഒരേപോലെയാണ്. എന്നിട്ടും ഇത് ഫോം ചെയ്യുന്ന കോംപ്ലക്സ്